നമസ്കാരം. പതിരും കതിരും. നമ്മളല്ലാതെ മറ്റാരോ സഖാക്കളെ ഈ മണ്ണിനായി ചോര ചിന്തിയിടാൻ. ഇടതുപക്ഷം ഹൃദയകക്ഷമാണെന്ന് മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ നിരന്തരം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ. ഭരണം പോയതിൻ്റെ മനപ്രയാസത്താൽ ചില്ലറ വിങ്ങലല്ല സഖാക്കളുടെ ഉള്ളിലുള്ളത്. ഇതിങ്ങനെ തൂത്തുവാരി പായ്ക്കുള്ളിൽ തെറുത്ത് കെട്ടിപ്പോകുമെന്ന് ആർക്കും ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഉത്സവപ്പറമ്പിൽ കുലുക്കിക്കുത്തുകാരൻ പണ്ട് എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്, കട്ടമറിഞ്ഞാൽ കാണുന്ന പടം. ഇവിടെ ഇതാ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കട്ടമറിഞ്ഞ കമ്മ്യൂണിസം വെറും പടമായി മാറി. ഈ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം തന്നെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നായിരുന്നു. കഴിഞ്ഞ സർക്കാരിലെ തോറ്റ 13 മന്ത്രിമാരും ഇതുതന്നെ ആലോചിച്ചുകൊണ്ടാണ് ദിവസവും കിടന്നുറങ്ങുന്നത്. എൻ്റെ മുട്ടുകാലിൻ്റെ വേദനയാണ് ലോകത്തിൻ്റെ മുഴുവൻ വേദന എന്ന് കരുതി നടക്കുന്ന കുറേ പാവങ്ങളാണ് അവർ. തൃത്താലയിൽ മുക്രയിട്ട MP രാജേഷിനെ ജനം തോൽപ്പിച്ചു. തുലാഭാരത്തിലെ ശാരദയെ തോൽപ്പിക്കുന്ന കഴുത്തുളുക്ക് നാടകം അഭിനയിച്ച വീണ ജോർജിനെ ജനമെടുത്ത് നിലത്തടിച്ചു. ശുഷ്കാന്തി എല്ലാം കാണിച്ച് മുണ്ടുപൊക്കി ഡെസ്കിൻ്റെ മീതെ ആനന്ദ നടനമാടിയ ശിവൻകുട്ടിയെ നേമത്തെ ജനം തൊഴിച്ചു മലർത്തി. ഞരമ്പുദീനം ബാധിച്ച് പൂച്ച കുറുകുന്ന പോലെ പെണ്ണുങ്ങളോട് കുറുകിയ ശശീന്ദ്രനെ ജനം തൂത്തുവാരി. 5000 കാമുകിമാർക്കിടയിൽ ഓടക്കുഴലും വായിച്ചു നിന്ന ഗണേശനെ പത്തനാപുരത്തെ നായന്മാർ നിലംപരിശാക്കി. ഇത്രയൊക്കെ കൊടും ക്രൂരത കാണിച്ച ജനം പിണറായിക്കും മരുമോനും അല്പം പ്രാണൻ ബാക്കി വെച്ചു. ഒരുതരം ദയാവധം. തോറ്റു തുന്നമ്പാടിയ 13 മന്ത്രിമാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലാതെ നിങ്ങൾക്ക് മറ്റാരുണ്ട് എന്നാണ്. വീണ ജോർജ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പലവിധ രോഗങ്ങൾക്കുള്ള മരുന്ന് കുറിക്കുകയാണ് രോഗികൾക്കായി. ഭരണം മാറിയതൊന്നും ഈ സ്ത്രീയുടെ തലയിൽ കയറിയിട്ടില്ല. പിള്ളേരുടെ കാര്യം നോക്കി വീട്ടിലിരിക്കടി എന്ന് ഭർത്താവ് പറഞ്ഞിട്ടും ആ സ്ത്രീ കേട്ടില്ല. പാർട്ടി പറഞ്ഞു, മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി. പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ ആരോഗ്യമെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിച്ച് നടക്കുകയാണ് ഈ പാവം സ്ത്രീ. കുറേ മരുന്നുകളുടെ പേര് നിരന്തരം പറയുന്നുണ്ട്. ഏതെങ്കിലും ഡോക്ടർ പതിവായി കഴിക്കേണ്ട മരുന്നിൻ്റെ കുറിപ്പ് നമുക്ക് നൽകിയാൽ 2 ആഴ്ച കൊണ്ട് നമ്മളെല്ലാം ആ മരുന്നിൻ്റെ പേര് കാണാതെ പഠിക്കും. പക്ഷെ കമ്മികൾ പറയുന്നത് വീണ ജോർജിൻ്റെ ഒരു കഴിവ് കണ്ടോ എന്നാണ്. വീണ ജോർജ് ആയിരുന്നെങ്കിൽ പ്രാണിതീനി വവ്വാലിൻ്റെയും പഴന്തീനി വവ്വാലിൻ്റെയും പല്ലടിച്ച് താഴെയിടുമെന്ന മട്ടിലാണ് കമ്മികളുടെ ഉദ്ഘോഷണം. ഇന്നലെ K മുരളീധരനെ ഒന്ന് ഉപദേശിക്കാൻ ചെന്നു വീണ ജോർജ്. ആരോഗ്യവകുപ്പിൽ വേണ്ടത്ര ഏകോപനമില്ല, മന്ത്രി ശ്രദ്ധിക്കണമെന്നായിരുന്നു താക്കീത്. ആറന്മുളക്കാർ അടനയമ്പിനടിച്ച് വീട്ടിലിരുത്തിയിരിക്കുന്ന ഈ സ്ത്രീക്ക് ആരാണ് മറുപടി കൊടുക്കുന്നത്? വേറെ പണി നോക്കാൻ പറ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഒരർത്ഥത്തിൽ K മുരളീധരൻ അത് പറഞ്ഞത് തികച്ചും ശരി തന്നെയാണ്. കാരണം നിരപരാധികളായ യൂത്ത് കോൺഗ്രസ്സുകാരെ കള്ളക്കേസിൽ കുടുക്കി കഴുത്തുളുക്ക് നാടകം അഭിനയിച്ച് ഇവരെന്തൊക്കെ ജാടകളാണ് അവസാന കാലത്ത് കാണിച്ചു കൂട്ടിയത്. ഒരു കരിങ്കൊടി വീശിയപ്പോൾ കഴുത്തുളുക്കിയെന്ന് പറഞ്ഞ് അഭിനയിച്ചു. ഈ സ്ത്രീ എന്തൊരു ക്രൂരതയാണ് കാണിച്ചത്. ആ ഒരു കള്ളത്തരമാണ് K മുരളീധരന് സഹിക്കാതെ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കപടനാട്ടിക്കാരിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയോട് പോയി പണി നോക്ക എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു ഭരണകൂടം എത്രമാത്രം ദുഷിക്കാമോ അതിനെല്ലാം മാതൃക കാണിച്ചു കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ. മേധാക്ഷയം ബാധിച്ച രോഗിയെപ്പോലെയാണ് CPMൻ്റെ തോറ്റ മന്ത്രിമാരുടെ എല്ലാം അവസ്ഥ. ഇവർ തോറ്റതായി ഇവരുടെ മനസ്സിൽ തോന്നുന്നതേയില്ല. ജനം ഞങ്ങൾക്ക് വേണ്ടി കൊതിച്ചിരിക്കുകയാണെന്നാണ് ഈ പാവങ്ങളുടെ ഒരു ധാരണ. വീണ ജോർജ് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ പത്തനംതിട്ടയിലെ പാർട്ടിക്കാർക്ക് പോലും വേണ്ട. അവരാണ് നിഴൽ പോലെ കൂടെ നിന്ന് നിങ്ങളെ തോറ്റ് തുന്നം പാടിച്ചത്. ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് എന്ന ഒരൊറ്റ നിയമസഭയിലെ പ്രസംഗം മാതിരി നിങ്ങളൊരു ഹാസ്യ കഥാപാത്രമായി കഴിഞ്ഞു. നിങ്ങൾ കൽപ്പനയേക്കാൾ മികച്ച ഹാസ്യപാത്രമായി. കഴുത്തുളുക്ക് നാടകത്തോടെ നിങ്ങൾ ബോറൻ സഹാത്തിയായി മാറി. തോറ്റു തുന്നമ്പാടിയ പാർട്ടിയെ തിരിച്ചു വീണ്ടും ഭരണത്തിലെത്തിക്കാൻ ഏഴിമലക്കാട്ടിലെ മലങ്കുറവാ എന്ന പാട്ടുപാടി വല്ല നാടോടി നൃത്തവും നാടാകെ ചെയ്തു നോക്കുക. സത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. വീണ തോറ്റു, ബിന്ദു തോറ്റു, ചിഞ്ചു തോറ്റു. എന്തോരു ഡപ്പാങ്കൂത്ത് ഡാൻസുകളായിരുന്നു. ഈ തോൽവികളെല്ലാം കൂടി വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്
UDFിൻ്റെ ഭരണം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ, വായടയ്ക്കുക, ജനലിൻ്റെ കൊളുത്തുമിട്ട് വീട്ടിലിരിക്കുക.